എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 17-ാമത്തെ അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. ഈ 17-ാമത്തെ അധ്യായത്തില് പുരൂരവസിന്റെ പുത്രനായിട്ടുള്ള ആയുസിന്റെ വംശം വർണ്ണിക്കുകയാണ്. ഇതിലാണ് കാശി രാജാക്കന്മാരുടെ ആവിർഭാവം. കാശി രാജാക്കന്മാരിൽ പ്രധാനിയാണ് അളർക്കൻ. 60,000-ത്തിലധികം കൊല്ലം അളർക്കൻ രാജ്യം ഭരിച്ചു. ആയുസിന്റെ മറ്റൊരു പുത്രനായ രജി മഹായോഗ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ കണ്ടിട്ട് ദേവേന്ദ്രൻ അദ്ദേഹത്തിനെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് വിളിച്ച് ആ സ്വർഗഭരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വേണ്ട പോലെ സ്വർഗം ഭരിച്ചു. സ്വർഗത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായത്. പിന്നെ രജിയുടെ മക്കള് സ്വർഗഭരണം ഇന്ദ്രന് വിട്ടുകൊടുത്തില്ല. അപ്പോ ഇന്ദ്രന് ദേഷ്യം വന്നു. ബൃഹസ്പതിയുടെ സഹായം കൊണ്ട് ദേവേന്ദ്രൻ എന്തു ചെയ്തു? ആഭിചാര ഹോമം ചെയ്ത് അവരെ എല്ലാം കൊന്നുകളഞ്ഞു. അപ്പോ എന്താ അതിന്റെ അർത്ഥം? ഈ വക ഹീനകൃത്യങ്ങളൊക്കെ സ്വർഗത്തിലും ഉണ്ട് അല്ലെ? അവിടെ എത്തിയാലും സമാധാനം കിട്ടില്ല. ഭഗവത് പാദത്തിൽ മാത്രമേ നിത്യമായിട്ടുള്ള സുഖം ലഭിക്കുള്ളൂ എന്നാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ സപ്തദശോധ്യായ. ഈ 17-ാമത്തെ അധ്യായത്തില് 18 ശ്ലോകമുള്ളൂ. ചെറിയൊരു അധ്യായം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം കഥാമയം ഭാഗവതാഭിധാനാം. ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. യ പുരൂരവസഃ പുത്ര ആയുസ്തസ്യാഭവൻ സുതാഃ നഹുഷക്ഷത്രവൃദ്ധശ്ച രജീരംഭശ്ച വീര്യവാൻ. പുരൂരവസിന്റെ കനിഷ്ഠപുത്രന്മാരുടെ വംശം വർണ്ണിച്ചു. അതിനുശേഷം മൂത്ത പുത്രനായ ആയുസിന്റെ വംശത്തെയാണ് ഈ 17-ാമത്തെ അധ്യായത്തില് ശ്രീശുക ബ്രഹ്മർഷി വിവരിക്കുന്നത്. പുരൂരവസിന്റെ മൂത്ത പുത്രനായ ആയുസിന് നഹുഷൻ, ക്ഷത്രവൃദ്ധൻ, രജി, വീര്യവാനായ രംഭൻ എന്ന പുത്രന്മാരുണ്ടായി. അനേനായിതി രാജേന്ദ്ര ശൃണു ക്ഷത്രവൃദ്ധോന്വയം ക്ഷത്രവൃദ്ധസുതസ്യാസൻ സുഹോത്രസ്യാത്മജാസ്ത്രയ. ഹേ രാജേന്ദ്ര, അനേനസും ആയുസിന്റെ പുത്രനാകുന്നു. ഇവരിൽ ക്ഷത്രവൃദ്ധന്റെ വംശം പറയാം. ആദ്യം കേട്ടോളൂ. ക്ഷത്രവൃദ്ധ പുത്രനായ സുഹോത്രന് 3 പുത്രന്മാരുണ്ടായി. കാശ്യകുശോ ഗൃത്സമദ ഇത് ഗൃത്സമദാദഭൂത് ശുനക ശൗനകോ യസ്യ ബഹ്രുജപ്രവരോ മുനി. കാശ്യൻ, കുശൻ, ഗൃത്സമദൻ എന്നാണ് ആ 3 പേരുടെ
പേര്. ഗൃത്സമതിനിൽ നിന്ന് ശുനകൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന്റെ പുത്രനാണ് അസംഖ്യം ഋക്കുകളില് നിപുണനായ ശൗനകൻ എന്ന മുനി. കാശ്യസ്യ കാശിസ്ഥൽപുത്രോ രാഷ്ട്രോ ദീർഘതമപിത ധന്വന്തരിർദൈർഘ്യതമ ആയുർവേദ പ്രവർത്തക. കാശ്യന്റെ പുത്രൻ കാശി, അദ്ദേഹത്തിന്റെ പുത്രൻ രാഷ്ട്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദീർഘതമസ്, ദീർഘതമസിന്റെ പുത്രൻ ധന്വന്തരി, അദ്ദേഹം ആയുർവേദം പ്രചരിപ്പിച്ചവനാണ് ഈ ധന്വന്തരി. യജ്ഞഭുക് വാസുദേവാംശ സ്മൃതമാത്ര നാശന തൽപുത്ര കേതുമാനസ്യ യജ്ഞേ ഭീമരഥസ്തത. ധന്വന്തരിക്ക് യജ്ഞത്തിൽ ഭാഗം വിധിച്ചിരിക്കുന്നു. ശ്രീവാസുദേവന്റെ അംശമായ ഇദ്ദേഹത്തെ സ്മരിച്ച മാത്രത്തിൽ, ഒന്ന് സ്മരിച്ചാൽ മതി ധന്വന്തരമൂർത്തിയെ, രോഗപീഠകളെല്ലാം നശിക്കും. ഇത് അമൃതമഥനത്തിലുണ്ടായിട്ടുള്ള ധന്വന്തരി അല്ല, ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള മറ്റൊരു ധന്വന്തരിയാണ് ഇവിടെ പറയണത്. അങ്ങനെ ആ ധന്വന്തരിയുടെ പുത്രൻ കേതുമാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഭീമരഥൻ. ദിവോദാസോ ദ്യുമാൻ തസ്മാൽ പ്രദർദനയിതി സ്മൃത സയേവ ശത്രുജിൽ വത്സ ഹൃദധ്വജൈതീരിത തഥാ കുവലയാശ്വേതി പ്രോക്തോ അളർക്കാദയസ്തദാ. ഭീമരഥന്റെ പുത്രൻ ദിവോദാസൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദ്യുമാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പ്രദർദനൻ. ആ പ്രദർദനന് ശത്രുജിത്ത്, ഋതധ്വജൻ, കുവലയാശ്വൻ എന്നുകൂടി പേരുകളുണ്ട് ഈ പ്രദർദനന്. അദ്ദേഹത്തിൽ നിന്ന് അളർക്കൻ മുതലായവര് ജനിച്ചു. ഷഷ്ടിവർഷസഹസ്രാണി ഷഷ്ടിവർഷശതാനി ച നാളർക്കാദപരോ രാജൻ മേദിനിം ബുഭുജേ യുവ. അളർക്കൻ 66,000 സംവത്സരകാലം യുവാവായിട്ട് തന്നെ ഭൂമിയെ ഭരിക്കുന്നത് കൊണ്ടുള്ള സുഖം അനുഭവിച്ചു. ഹേ രാജൻ, ഇതിനേക്കാളും കേമനായിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. 66,000 സംവത്സരകാലം യുവാവായിട്ട് തന്നെ ഭരിച്ചു. അതുപോലെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഒരു രാജാവ്. അളർക്കാൽ സന്തതിസ്തസ്മാൽ സുനീതോധസുകേതന ധർമ്മകേതു സുതസ്തസ്മാൽ സത്യകേതു അജായത. അളർക്കപുത്രന് സന്തതി എന്ന പേര്. സന്തതിയുടെ പുത്രൻ സുനീതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുകേതനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധർമ്മകേതു, അദ്ദേഹത്തിന്റെ പുത്രൻ സത്യകേതു. ദൃഷ്ടകേതു സുതസ്തസ്മാൽ സുകുമാരക്ഷിതീശ്വര വീതിഹോത്രസ്യ ഭാർഗോതോ ഭാർഗഭൂമിരഭുനൃപ. സത്യകേതുവിന്റെ പുത്രൻ ദൃഷ്ടകേതു, അദ്ദേഹത്തിന്റെ പുത്രൻ സുകുമാരൻ എന്ന പേരായ രാജാവ്. സുകുമാരന്റെ പുത്രൻ വീതിഹോത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഭർഗൻ, ഭർഗപുത്രൻ ഭാർഗഭൂമി. ഇതീമേ കാശയോ ഭൂപാഹ ക്ഷത്രവൃദ്ധാന്വയായിന. കാശിപുത്രന്മാരായ ഈ രാജാക്കന്മാര് ക്ഷത്രവൃദ്ധന്റെ വംശത്തിൽ ജനിച്ചവരാകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.